ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നീസ് ലെഷർ ടൈം. ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് കൊണ്ടുള്ള അച്ചാറാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. മിക്കവർക്കും അറിയാമായിരിക്കുമെങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര സൗണ്ട്, റോഡ് സൈഡിലെ വീടായതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്, വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ. 2 കൂമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ടൈപ്പ് കൂമ്പാണ്. നമുക്കിത് വൃത്തിയാക്കിയിട്ട് ഇനി അച്ചാറിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്കൊരു തവ വെച്ചിട്ട് നമുക്ക് 1-2 ഐറ്റം ഉണ്ട്. ഉലുവ, കടുക്, കരിഞ്ചീരകം ഇവ വറുത്തെടുക്കാം. നമുക്ക് അത് ഇച്ചിരി അല്പം എണ്ണ ഒഴിക്കാം ചട്ടിയിലേക്ക്. കുറച്ചൊഴിച്ചാൽ മതി. അതിലേക്ക് ആദ്യം നമുക്ക് ഉലുവ ഇടാം. 1 സ്പൂൺ ഉലുവയാണിത്. കടുകിടാം. കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. മൂത്തിട്ടുണ്ട്, അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കത് മാറ്റാം. പൊടിച്ചെടുക്കാനുള്ളതാണിത്. ഒരു തവ അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക്, ഉലുവയും കരിഞ്ചീരകവും നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും ഇനി വെളുത്തുള്ളി ഇടാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. 2 കൂമ്പുണ്ടല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താൽ മതിയാവും. സവാള ഇതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കണം. അതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ. എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കായപ്പൊടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ കായപ്പൊടിയാണിത്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. 2 കൂമ്പില്ലായിരുന്നു. 2 കൂമ്പ് അരിഞ്ഞതായതുകൊണ്ട് ഇച്ചിരി കൂടുതൽ മുളക് പൊടി എടുക്കുക. അതിലേക്ക് ഇനി വിനാഗിരി ഒഴിക്കാം. ഇനി നമുക്ക് നമ്മളെ പൊടിച്ച് വെച്ച കരിഞ്ചീരകം, ഉലുവ, കടുക് ഇതെല്ലാം കൂടെ അതിലേക്ക് വടിച്ചിടാം. ഇതോടെ ഇട്ട് കഴിയുമ്പോൾ ഇനി അരിഞ്ഞ കൂമ്പ് അരിഞ്ഞത് കഴുകി വാരി വേണം നമ്മൾ അതിൻ്റെ കറ കളഞ്ഞ് വേണം ഇടാനായിട്ട്. കൂമ്പ് വെള്ളത്തിൽ വേണം അരിഞ്ഞിടാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം ശരിയായി കഴിയുമ്പോഴത്തേക്ക് കൂമ്പ് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഇടണം. ഇടാം.
ഇച്ചിരി നേരം കൂടെ നമുക്ക് മൂടി വയ്ക്കാം. വിനാഗിരി ഒഴിച്ചായിരുന്നു. അതിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് വിനാഗിരിയൊക്കെ ഇച്ചിരി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. റെഡിയായോ എന്ന് നമുക്ക് നോക്കാം. ഉപ്പ് വിനാഗിരി ഇതെല്ലാം മതിയായോ എന്ന് നമുക്ക് നോക്കാം. സ്വല്പം വിനാഗിരി കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. വിനാഗിരിയും കായപ്പൊടിയും കൂടെ വേണം. ഒരിച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റാണ്. ഒരല്പം കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ട്, നല്ല ഒന്നാന്തരം അച്ചാറാണ് കേട്ടോ. ഓണമൊക്കെ വരികയല്ലേ, വാഴയിലയിൽ വെക്കാൻ നല്ല സൂപ്പർ അച്ചാറാണിത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.